Good morning, students. Welcome to today's class. Today we are discussing about the problem based on digital filter design uh, based on using impulse invariance method. Okay, so we have already discussed the digital convert how we convert analog filter to digital filter by using impulse invariance method. Now we are going to uh, see some problems based on this. So first problem, for the analog transfer function h of s is equal to 2 by s plus 1 into s plus 2, then determine h of z using impulse invariance method, assume t equal to 1 second. So h of s തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് h of s നമുക്ക് കാണേണ്ട ആവശ്യമില്ല h of s എന്ന് you have to find h of z. Okay, so h of s is equal to 2 by s plus 1 into s plus 2. So partial fraction method വഴി നമുക്ക് ഇതിന്റെ സൊല്യൂഷൻസ് എൻ്റെ ഓക്കെ ഇതിന്റെ പോൾസ് കാണാം. ഓക്കെ, പോൾസ് ആദ്യം കാണണം. അപ്പോൾ ഇതിന്റെ പോൾസ് കാണാനും വേണ്ടി പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷനിലാണെങ്കിൽ ദിസ് ഇസ് എ ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ബൈ എസ് പ്ലസ് 2. പാർഷ്യൽ ഫ്രാക്ഷൻ ഓൾറെഡി പഠിച്ചതാണ്. ദാറ്റ് ഇസ് 2 ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡിനോമിനേറ്റർ എ എന്ന് കൊടുത്തിട്ട് ഇത് ഫസ്റ്റ് ന്യൂമറേറ്റർ ആയിട്ടും ഇത് സെക്കൻഡ് ന്യൂമറേറ്റർ ആയിട്ട് എടുക്കുക. സോ വി ഹാവ് എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എ ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ബൈ എസ് പ്ലസ് 2. ഇനി വാല്യൂ ഓഫ് എയും വാല്യൂ ഓഫ് ബിയും കണ്ടാൽ നമുക്ക് എന്ത് കാണാം? ഇതിന്റെ പോൾസ് കാണാം. ഓക്കെ, സോ വാല്യൂ ഓഫ് എ എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ ദിസ് മെത്തേഡ് എ ഇസ് ഈക്വൽ ടു എന്റെ ഡിനോമിനേറ്റർ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്റെ ഡിനോമിനേറ്റർ ഇൻറ്റു എച്ച് ഓഫ് എസ്, അങ്ങനെയാണ് എ കണ്ടുപിടിക്കുക. ആൻഡ് പുട്ടിങ് എസ് ഇസ് ഈക്വൽ ടു എസ് എന്ന് പറയുമ്പോൾ എസ് മൈനസ് മൈനസ് വൺ ആണ്. എസ് പ്ലസ് വൺ ആകുമ്പോൾ ഇവിടെ എസ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് കൊടുക്കുക. Okay, so we have to find the value of a. So value of a is equal to s plus 1 അതിന്റെ denominator into h of s. So s plus 1 into 2 by s plus 1 plus s plus 2. എന്നിട്ട് s is equal to s plus 1 ആയതുകൊണ്ട് s minus minus 1 ആണ് s plus 1. So s is equal to minus 1 കൊടുക്കാം. So ഈ s plus 1ഉം ഈ s plus 1ഉം cancel ചെയ്ത് പോകും. So we get 2 by s plus 2. So when s equal to minus 1, we get 2 by minus 1 plus 2. That is plus 1, which is a equal to 2 എന്ന് കിട്ടി. Similar way, b equal to b എന്ന് പറയുമ്പോൾ അതിന്റെ ഡിനോമിനേറ്റർ ഇൻറ്റു എച്ച് ഓഫ് എസ്. സോ എസ് പ്ലസ് 2 ഇൻറ്റു 2 ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2. സോ ഈ എസ് പ്ലസ് 2 രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. സോ വി ഹാവ് 2 ബൈ എസ് പ്ലസ് 1 ആൻഡ് പുട്ട് എസ് ഇസ് ഈക്വൽ ടു ഇവിടെ ബിന്റെ താഴെ എന്താ എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 2 ആണ്. സോ എസ് ഇസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് കൊടുക്കാം. സോ ഇവിടെ മൈനസ് 2 എസിന് മൈനസ് 2 എന്ന് കൊടുത്തു. സോ മൈനസ് 2 പ്ലസ് 1 ഈ ഒരു ഡിനോമിനേറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. മൈനസ് 2 പ്ലസ് 1 ഇസ് മൈനസ് 1. സോ മൈനസ് 2 എന്നാണ് ആൻസർ കിട്ടുക. സോ ബിന്റെ വാല്യൂ മൈനസ് 2 കിട്ടും. So HFS is equal to equation A is equal to minus 1. Sorry, A equal to 2. So we have 2 by S plus 1. B is equal to minus 2 ആണ്. സോ ഇവിടെ ഈ ഒരു പ്ലസ് എന്തായി മാറും? മൈനസ് ആയിട്ട് മാറും. സോ മൈനസ് 2 ബൈ എസ് പ്ലസ് 2. ഇങ്ങനെയാണ് നമുക്ക് വാല്യൂസ് കിട്ടുന്നത്. ഇനി പോൾസ് കാണാൻ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ അല്ലെ, എച്ച് ഓഫ് എസിന്റെ പോൾസ് കാണാനുള്ള സി കെ ബൈ ഓക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് ദ ഇക്വേഷൻ ദാറ്റ് ഇസ് സി കെ ബൈ എസ് മൈനസ് പി കെ. ഓക്കെ, സി കെ ആ ഒരു ഫോർമാറ്റിലാണ് ചെഫ്സ് വരിക. ദാറ്റ് സി കെ ബൈ 1 മൈനസ് പി കെ. ആ ഒരു ഫോമിൽ നോക്കുകയാണെങ്കിൽ സി കെ അറിയുമ്പോൾ കോഎഫിഷ്യന്റ് ഹിയർ 2 ബൈ 1 മൈനസ് പി കെ എസ് മൈനസ് പി കെ. സോ എസ് പ്ലസ് 1 ബൈ എസ് പ്ലസ് 1 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? എസ് മൈനസ് മൈനസ് 1. സോ എസ് മൈനസ് പി കെ. So here this is one pole minus 1. So a pole at minus 1 and minus 2 by s minus minus 2. E plus 2 and minus minus 2 എടുക്കാം. So s minus pk വരും. So here this is pole 2. So we have two poles. For p1 is equal to minus 1 and p2 equal to minus 2. Since h of s is equal to sigma k equal to 1 to n s ck by s minus pk, ഇതാണല്ലോ h of s. അപ്പോൾ ഇതിനെ രണ്ടിനും കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് പി കെ വാല്യൂ. ഓക്കെ, എസ് മൈനസ് എന്നാണ്. അപ്പോൾ മൈനസ് ഇട്ടിട്ട് ബാക്കിയുള്ള വാല്യൂസ് ഇവിടെ കൊടുക്കുക. സോ മൈനസ് 1 ഇസ് ദ ഫസ്റ്റ് പോൾ ആൻഡ് മൈനസ് 2 ഇസ് ദ സെക്കൻഡ് ഫ്ലോർ. ഈ ഒരു എച്ച് ഓഫ് എസിന് കറസ്പോണ്ടിങ് ആയിട്ട് എച്ച് ഓഫ് സെഡ് വി ഹാവ് സിഗ്മ കെ ഈക്വൽ ടു 1 to n സി കെ ബൈ എസിന് പകരം 1. ഓക്കെ, 1 മൈനസ് ഈ പി കെനെ റീപ്ലേസ് ചെയ്തിട്ട് എന്താ 1 മൈനസ് ഇ റേസ് ടു പി കെ ടി ഇൻറ്റു സെഡ് ഇൻവേഴ്സ്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനിലോട്ട് ഈ വാല്യൂസ് കൊടുക്കാം. സോ വി ഹാവ് എസ് മൈനസ് പി കെ. ഹിയർ എസ് മൈനസ് ഡിനോമിനേറ്റർ രണ്ട് ഈക്വൽ ആണ്. സോ എസ് മൈനസ് പി കെ ഇസ് ട്രാൻസ്ഫോർഡ് ടു 1 മൈനസ് ഇ റേസ് ടു പി കെ ഇൻറ്റു ടി സെഡ് മൈനസ്. സോ എസ് മൈനസ് പി കെ എന്നുള്ളത് നമ്മൾ എന്തായി ട്രാൻസ്ഫർ ചെയ്യണം? എസിനെ സെഡ് ആയിട്ട്, അതായത് എച്ച് ഓഫ് എസിനെ എച്ച് ഓഫ് സെഡ് ആയി ട്രാൻസ്ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിനെ ട്രാൻസ്ഫോം ചെയ്ത് ഈ ഡിനോമിനേറ്റർ ആക്കണം. റൈറ്റ്.
സോ നമുക്ക് രണ്ട് പോൾസ് ഉണ്ട്, P1 ഉണ്ട്, P2 ഉണ്ട്. സോ ഹിയർ P1 is equal to -1. ഓക്കെ, ഈ ഒരു ഫോമിലാണ് ഇത് വരുന്നത്. P2 is equal to -2. ഓക്കെ, ഇതിന്റെ ഫോമിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെഴുതി. ഇവിടെ കെന്റെ വാല്യൂ 2 ആണ്. സോ രണ്ട് വാല്യൂസേ ഉള്ളൂ, ഇങ്ങനെ എഴുതി. ഇനി ഇതിനെ നമുക്ക് P1 -1 P2 -2 ആണ്. ഈ സംഭവം ഈ ഒരു രീതിയിൽ എഴുതാം. ദാറ്റ് ഈസ് CK എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് 2. സോ 2 ബൈ ഇവിടെ 1 മൈനസ് തന്നെ. സോ വി ഹാവ് ടു റൈറ്റ് 1 മൈനസ് e⁻². PK പറയുമ്പോൾ P1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വാല്യൂ -1. സോ 1 മൈനസ് e⁻⁻t z ഇൻവേഴ്സ്, e⁻t z ഇൻവേഴ്സ് കിട്ടും. -2 ബൈ 1 മൈനസ് e⁻, ഇവിടെ എന്താ കിട്ടുന്നത്, -2 ആണ്. സോ -2t z ഇൻവേഴ്സ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ കറസ്പോണ്ടിങ് h of z കാണുന്നത്. റൈറ്റ്. ഓക്കെ, ഈ ഒരു ഇക്വേഷനിലോട്ട് പി കെന്റെ വാല്യൂ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റത്തെ പി കെന്റെ വാല്യൂ -1ഉം രണ്ടാമത്തെ പി കെന്റെ വാല്യൂ -2ഉം. ഓക്കെ, നൗ we have given t equal to 1 second. So h of z is equal to, put t equal to 1, we get 2 by 1 minus e inverse z inverse minus 2 by 1 minus e minus 2 z minus 1. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാണ്, ഇത്രയേ ഉള്ളൂ. സോ ഹിയർ 1 മൈനസ് ഇ മൈനസ്, ഓക്കെ, ഇ ഇൻവേഴ്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ട് കാൽക്കുലേറ്ററിൽ ചെയ്താൽ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. സോ ദിസ് ഇസ് ദാറ്റ് ഇ ഇൻവേഴ്സിന്റെ വാല്യൂ. അതുപോലെ തന്നെ ഈ -2ന്റെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. ദെൻ നെക്സ്റ്റ് ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 into this value minus 2 into this value by ഇതേ into ഇത്. So this denominator into this. Okay, so 2 into this value, രണ്ട് 2 മൈനസ് ചെയ്ത് പോകും. Then 2 into this value, that is minus. Then 2 into this value minus 2 into minus. So we get plus. So വലിയ വാല്യൂ പ്ലസ് ആയതുകൊണ്ട് we get plus 0.465 z inverse എന്ന് കിട്ടും. By ഡിനോമിനേറ്ററിൽ ഇതിൽ നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ 1 into 1 into this minus 0.13 z inverse minus 0.3678 z inverse. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്തിട്ട് z inverse എടുക്കുക. പിന്നെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഇത്. അതായത് ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് h of z എന്നുള്ളത് ഈ ഒരു ഫോമിലോട്ട് കിട്ടും. ഓക്കെ, that's all about the first question. Then moving to the second question, using impulse invariance method. Okay, first question simple ആണ്. Impulse invariant method, t equal to 1 second, determine h of z if h of s is equal to 1 by s square plus root 2 s plus 1. Okay, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ h of z കറസ്പോണ്ടിങ് h of z കാണണം. സോ വി ഹാവ് ഗിവൺ h of s is equal to this. ദെൻ ഇതിനെ നമ്മൾ മറ്റേ രീതിയിൽ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് h of z h of s നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഡിനോമിനേറ്റർ ട്രാൻസ്ഫർ ചെയ്താൽ മതി, കൺവേർട്ട് ചെയ്താൽ മതി. പക്ഷെ അവിടെ ഡയറക്റ്റ് ആ ഒരു പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒരു മെത്തേഡ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എടുക്കുകയാണ്. സോ വി ആർ ടേക്കിംഗ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് ദിസ്. ഓക്കെ, അപ്പോൾ എച്ച് ഓഫ് ടി കാണാൻ മതി. എച്ച് ഓഫ് എസ് എന്ന് നമുക്ക് എന്ത് കാണണം, എച്ച് ഓഫ് ടി കാണണം. സോ എസ് ടേമിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത എസിനെ പറയുന്ന ഒരു വേറെ പേര് ഫൊറിയർ ട്രാൻസ്ഫോം പറയുമ്പോൾ നമ്മൾ വേറെ വേരിയബിൾ ആയിരുന്നു അല്ലെ, എക്സിന്റെ വേരിയബിൾ ആയിരുന്നു. ഇവിടെ എസിനെ കുറിച്ച് പറയുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. സോ ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എച്ച് ഓഫ് ടി ആണ് വരിക. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എച്ച് ഓഫ് എസ് വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് വാല്യൂ. ഓക്കെ, ഇനി ഈ വാല്യൂവിനെ നമുക്ക് ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. ഇത് പറഞ്ഞാൽ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ളൊരു ടേമിലോട്ടാണ് വന്നിട്ടുള്ളത്. സോ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് ചെയ്യുമ്പോൾ ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്യുമ്പോൾ ഈ റൂട്ട് 2 വരണമെങ്കിൽ എസ് പ്ലസ് 1 ബൈ റൂട്ട് 2 ഹോൾ സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും, എസ് സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു എസ് ഇൻറ്റു 1 ബൈ റൂട്ട് 2. സോ 2 1 ബൈ റൂട്ടും ചെയ്താൽ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ആണ് 2. അപ്പോൾ അടി റൂട്ട് 2 എസ് എന്ന് കിട്ടും. റൂട്ട് 2 എസ് ഇൻ പ്ലസ് 1/2ന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 1/2 എന്നാണ് ഇവിടെ കിട്ടുക. അപ്പോഴും 1 കിട്ടുന്നില്ല. സോ ഇതിന്റെ ആൻസർ കിട്ടുന്നത് എസ് സ്ക്വയർ പ്ലസ് 2 റൂട്ട് എസ് പ്ലസ് 1/2. ഓക്കെ, 1/2ന്റെ സ്ക്വയർ 1/2. സോ ഇവിടെയൊക്കെ കറക്റ്റ് ആണ്. സ്ക്വയർ പ്ലസ് റൂട്ട് 2 എസ് ഇത്രയും കറക്റ്റ് ആണ്, പക്ഷെ 1/2 ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ 1 കിട്ടണമെങ്കിൽ പ്ലസ് 1/√2ന്റെ സ്ക്വയർ എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/2 കിട്ടും. സോ 1/2 പ്ലസ് 1/2 വി ഗെറ്റ് പ്ലസ് 1. സോ ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഈ ഒരു രീതിയിലോട്ട് മാറ്റി. ഓക്കെ, എസ് പ്ലസ് 1/√2 ഹോൾ സ്ക്വയർ പ്ലസ് 1/√2 ഹോൾ സ്ക്വയർ. അപ്പോൾ എപ്പോഴും നമുക്ക് ഇവിടെ തരുന്ന ഇക്വേഷൻ നമുക്ക് എൻ്റെയും ബിൻ്റെയും ഫോമിലോട്ടായിട്ട് എസ് പ്ലസ് 1 എസ് പ്ലസ് ബി ആ ഒരു രീതിയിലാക്കാൻ പറ്റുമോ നോക്കാം. പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ 1/2 ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു 1 വരാനും വേണ്ടി പ്ലസ് 1/√2 ഹോൾ സ്ക്വയർ ചെയ്തപ്പോൾ 1 വന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫ്രം ഹിയർ വി ഹാവ് ടു മൾട്ടിപ്ലൈ ആൻഡ്
ഡിവൈഡ് റൂട്ട് ടു. ഓക്കെ, റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യും. സോ ദ ആൻസർ ഇസ് 1. സോ ഇവിടെ 1 എന്നുള്ളിടത്ത് 1/√2 എന്ന് എഴുതും. ഒരു √2 മൾട്ടിപ്ലൈ ചെയ്തു. സോ ഈ √2 കോൺസ്റ്റന്റ് ആണ്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. ദാറ്റ് ഇസ് √2 L ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/√2 ബൈ ദിസ് വാല്യൂ. ഇനി ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ഡയറക്റ്റ് എടുക്കാം. സോ ദിസ് ഈസ് ഇൻ ദ ഫോം ദാറ്റ് ഇസ് √2 അതുപോലെ എഴുതി. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് വാല്യൂ. സോ ദിസ് ഇൻ ദ ഫോം a by s square plus a square എന്നുള്ള ടേമിലാണ്. a by s square plus a square സൈൻ a എന്നാണ് അതിന്റെ ആൻസർ. സോ ഞാൻ ലാപ്ലേസിന്റെ ചെറിയ ബേസിക് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ദാറ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടത് k by k സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. ഓക്കെ, k by s square പ്ലസ് കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈൻ കെ ടി ആണ്. അപ്പൊ k by s square പ്ലസ് കെ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇവിടെ k എന്ന് വരുന്നതിന് ആണ് ഇവിടെ സൈൻ k ഇൻറ്റു ടി. ഇവിടെ അതേപോലെയാണ്. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ എസ് സ്ക്വയർ എന്നുള്ളതിന് പകരം എസ് പ്ലസ് 1/√2 ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിന് നമ്മൾ വേറെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണം. ഈ ഒരു സെക്ഷൻ, ഇത് ആ സെക്ഷൻ തന്നെയാണ്. കെ സ്ക്വയർ ആണ് ഇവിടെ. അത് k by s square പ്ലസ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ സൈൻ കെ ടി എന്നാ വരിക. സോ k എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. സോ വി ഹാവ് സൈൻ k into t. So sin 1/√2 into t. So we get sin t/√2. സൈൻ 1/√2 into t ആണ് സൈൻ t/√2 കിട്ടി. ഈ ഒരു ഇക്വേഷൻ കിട്ടി. പക്ഷെ ഇവിടെ എസ് സ്ക്വയർ എന്നുള്ളതിന് പകരം ഇവിടെ s പ്ലസ് 1/√2 എന്നാണ്. അപ്പൊ ഇനി s പ്ലസ് 1/√2 നമുക്ക് വേറൊരു ഇക്വേഷൻ ലാപ്ലേസിൽ ഉണ്ടാവും. s പ്ലസ് 1/√2. സോ s പ്ലസ് 1/s. ഓക്കെ, ഇതാ s പ്ലസ് 1/s മൈനസ് a. ഓക്കെ, അതായത് s പ്ലസ് a. അപ്പൊ അവിടെ ഉള്ളത് അങ്ങനെയല്ലേ, 1/s പ്ലസ് 1/√2 എന്നാണ് വരുന്നത്. സോ പ്ലസ് ഉള്ളത് മൈനസ് ആയി. സോ 1/s മൈനസ് a എന്നാണ്. ഇതിനെ നമ്മൾ കറസ്പോണ്ടിങ് ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന e⁻at എന്നാണ്. ഇതിന് e⁻at മൈനസ് ആണ് e⁻at. ഇവിടെ s പ്ലസ് a ആണ് അല്ലേ, ആ ബ്രാക്കറ്റിനകത്ത് s പ്ലസ് 1/√2 ആണ്. സോ e⁻−at എന്നാണ് വരിക. ഓക്കെ, സോ ഹിയർ e⁻−a into t. സോ ഹിയർ a ഈസ് 1/√2 അല്ലേ, ഇതാണ് s പ്ലസ്. This is s plus 1/√2. So a is 1/√2. So we have e⁻t/√2. So √2 into e⁻t/√2 into ഈ മൊത്തത്തിന്റെ ആദ്യം ഇതിന്റെ എടുക്കുക e⁻t/√2. then മൊത്തം sin t/√2. ഓക്കെ, സോ ദിസ് ഇസ് ദ h of t. ഈ h of t നമ്മൾ h of n എങ്ങനെ കാണാം, ടീനെ നമ്മൾ സാമ്പിൾ ചെയ്യണം. സോ t is equal to nt. So h of nt is equal to √2 e⁻nt/√2 sin nt/√2. Okay, now we have t equal to 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ h of n is equal to ക്യാപിറ്റൽ t equal to 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് √2 e⁻n/√2 sin n/√2 എന്ന് കിട്ടി. ഓക്കെ, ഈ h of n യൂസ് ചെയ്തിട്ട് ഇതിന്റെ z ട്രാൻസ്ഫോം എടുക്കണം. സോ ഇതിന്റെ z ട്രാൻസ്ഫോം എടുക്കുക എന്ന് പറഞ്ഞാൽ h of z is equal to സിഗ്മ k equal to 0 to infinity h of n z⁻n ആണ്. സോ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, h of n ഇത് എഴുതുന്നു. സോ ഇത് z⁻n ആണ് കിട്ടുക. ഓക്കെ, സോ √2 e⁻n/√2 sin n/2 into z⁻n എന്നുള്ള ഫോമിലാണ് കിട്ടുക. ഓക്കെ, √2 പുറത്തെടുക്കുക. ഇവിടെ വരുന്നത് h of n സിഗ്മ അതിന്റെ h of n e⁻−. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഒരു e⁻−n/2 sin n/2. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പുറത്തെടുക്കുമ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഇത്. അതായത് h of n z⁻n എന്നുള്ളത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിത് ഒരു a⁻n എന്നുള്ള ജിപിന്റെ ഫോമുല. a⁻n എന്ന് പറയുമ്പോൾ 1/a⁻n/1 - a എന്നുള്ള ഫോമിലോട്ടാണ് വരിക. സോ ഹിയർ ആ സെയിം പോലെ നമ്മൾ അതായത് a/1/a അങ്ങനെ ഒരു ഫോമിൽ വരും. സോ ഹിയർ e⁻−1/√2 sin 1/√2. ദിസ് ഇസ് n equal to 1 എന്നുള്ള കേസ് ബൈ 1 - a എന്നാണ് വരുന്നത്. സോ 1 - a എന്നുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് h of z കിട്ടും. റൈറ്റ്, അപ്പോൾ സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും ഫൈനൽ ആൻസർ എഴുതിയാൽ മതി. ദെൻ നെക്സ്റ്റ്
എച്ച് എഫ് എന്നിലോട്ട് ഇട്ട് കൊടുത്താലും മതി. എച്ച് എഫ് സെഡിന് പകരം എച്ച് എഫ് എൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്താലും മതി. ഓക്കെ, ദ നെക്സ്റ്റ് ഡിസൈൻ എ തേർഡ് ഓർഡർ ബട്ടർവർത്ത് ഫിൽട്ടർ, ഡിജിറ്റൽ ഫിൽട്ടർ യൂസിങ് ഇമ്പൾസ് ഇൻവാരിയന്റ് ടെക്നിക് അസ്യൂം സാമ്പിളിംഗ് പീരിയഡ് ടി ഈക്വൽ ടു 1 സെക്കൻഡ്. ഇത് നമുക്ക് തേർഡ് ഓർഡർ ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. തേർഡ് ഓർഡർ ഫിൽറ്ററിന്റെ എച്ച് എഫ് എസ് നമുക്ക് ഓൾറെഡി അറിയാം ആ ഒരു ടേബിളിൽ നിന്ന്. ദാറ്റ് ഈസ് 1/s+1 into s² plus s+1. സോ ദിസ് ഇൻ ദ ഫോം നമുക്ക് എ ബി സി എന്നുള്ള ഫോമിൽ കൊടുക്കാം. അപ്പോൾ ഡിനോമിനേറ്റർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ ദിസ് ഇസ് s+1 ആ ഒരു ഫോമിൽ തന്നെ ഉണ്ട്. ഇത് s² ആണ്. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. a+b ഇൻറ്റു s+b എന്നുള്ള ഫോമിലോട്ട് ആക്കണം. സോ ഇതിനെ s is equal to -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് p² - 4ac വരുമ്പോൾ നമുക്ക് ഇതിന്റെ റൂട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ച് നമുക്ക് ഇതിന്റെ റൂട്ട് കിട്ടും. അങ്ങനെ s is equal to എന്നുള്ള റൂട്ട് കിട്ടുമ്പോൾ നമുക്ക് അറിയാം ഇറ്റ് വിൽ ബി 0.5 പ്ലസ് ഓർ മൈനസ് j 0.866 ആവും. ഓക്കെ, b² - 4ac/2a ആ ഒരു എസ് റൂട്ട് വെച്ച് കണ്ടാൽ 0.5 പ്ലസ് ഓർ മൈനസ് j 0.866 കിട്ടുക. അപ്പോൾ നമ്മൾ അതിനെ ഓരോ ഡിനോമിനേറ്റർ ആക്കി എഴുതുക. സോ a/s+1 പ്ലസ് b/s പ്ലസ് ദിസ് വാല്യൂ ദാറ്റ് ഈസ് 0.5 പ്ലസ് j 0.866 പ്ലസ് c/s പ്ലസ് 0.5 മൈനസ് j 0.866. ഓക്കെ, പ്ലസ് ഓർ മൈനസിൽ പ്ലസ് ടേം ഇവിടെയും കൊടുത്തു, മൈനസ് ടേം ഇവിടെയും കൊടുത്തു. സോ ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്തു. ഈ പാർഷ്യൽ ഫ്രാക്ഷൻ എ ബി സി കാണണം. സോ എ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സംഭവം ഇതേ ഇൻറ്റു എൻ്റെ ഡിനോമിനേറ്റർ അല്ലേ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. എന്നിട്ട് s is equal to -1 കൊടുക്കണം. റൈറ്റ്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് a is equal to s+1 into 1/s+1 into s² plus 1 where s is equal to 1. സോ s is equal to -1 കൊടുക്കാം. സോ -1 ഹോൾ സ്ക്വയർ ആകുമ്പോൾ ഇവിടെ +1 വരും. സോ ഇവിടെ -1 +1. സോ -1ഉം +1ഉം ഇത് 0 ആയിട്ട് പോകും. -1 ഹോൾ സ്ക്വയർ ആകുമ്പോൾ 1 ആണ്. സോ വി ഗെറ്റ് a equal to 1. ദെൻ b is equal to എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇത് അതായത് ഈ ഡിനോമിനേറ്റർ അവിടെ കൊടുത്തിട്ട് ഇത് രണ്ട് മൊത്തം വരുന്നതാണ്. സോ s പ്ലസ് 0.5 പ്ലസ് 0.085 ബൈ ഈ 3 ഡിനോമിനേറ്ററും ഉണ്ടാവും ബൈ ചെയ്തിട്ട്. സോ ആ ഒരു ടേം മാത്രം ഒഴിവാക്കും. ഓക്കെ, 3 ഡിനോമിനേറ്ററും ഇതിൽ s പ്ലസ് ഈ ഒരു ടേമും ക്യാൻസൽ ചെയ്യും, ഈ ഒരു ടേമും ക്യാൻസൽ ആവും. എന്നിട്ട് എസിന്റെ വാല്യൂ എങ്ങനെ കൊടുക്കുക എന്ന് വെച്ചാൽ എസിന്റെ വാല്യൂ ദിസ് ഇസ് ദ വാല്യൂ ദാറ്റ് ഈസ് -0.5 മൈനസ് ഓഫ് എന്ന് വരിക, മൈനസ് ഓഫ് ഇത്. സോ -0.5 മൈനസ് j 0.866 വരും. സോ -0.5 മൈനസ് j 0.66 നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തു എസിന്റെ വാല്യൂ. സോ ആ ഒരു എസിന്റെ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ 1/s നമുക്ക് ഇത് എടുത്തു -5 മൈനസ് j 0.66 പ്ലസ് 1 ഈ ടേം ഇല്ല. പിന്നെ എസിന് പകരം -0.5 മൈനസ് j 0.866 മൈനസ് j 0.866 ഇങ്ങനെ കിട്ടി. ഇനി നെക്സ്റ്റ് ഇതിനെ നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദിസ് ഇസ് സോൾവ് ചെയ്തിട്ട് ഇങ്ങനെ വരും. ഓക്കെ, ഇതിന് -j 0.8 ഓക്കെ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഓക്കെ -0.866 -0.866 ഇത് ആഡ് ചെയ്യുമ്പോൾ മൈനസ് ആഡ് ചെയ്യുമ്പോൾ മൈനസ് സംതിങ് കിട്ടും. ദാറ്റ് ഈസ് -1.732 ഇൻറ്റു ഈ ടേം കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അതായത് ഈ -0.5 പ്ലസ് 1 പറഞ്ഞാൽ എന്താ 1 - 1/2 ആണ്. സോ വി ഗെറ്റ് 0.5 പ്ലസ് 1/2. സോ 0.5 മൈനസ് ഈ ടേം വരും. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ ആണ് ബിന്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ദെൻ സിന്റെ വാല്യൂ കിട്ടാൻ ഇത്രയും സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. സി എന്ന് പറഞ്ഞാൽ ബിന്റെ കോൺജുഗേറ്റ് ആയിരിക്കും. സോ വി ഹാവ് മൈനസ്, കാരണം ഇതിന്റെ സെയിം സംഭവമാണ് കോൺജുഗേറ്റിന് റൂട്ട് വരുന്നത്. സോ -0.5 മൈനസ് j 0.288 ആണ് വരിക. ഓക്കെ, കോൺജുഗേറ്റ് പറയുമ്പോൾ ഈ ഇമാജിനറി സൈഡിൽ മാത്രം സൈൻ ചേഞ്ച് കൊടുക്കുക. സോ എ ബി സി വാല്യൂ കിട്ടി. സോ വി ഹാവ് h(s) is equal to 1/s+1 പ്ലസ് ബിന്റെ വാല്യൂ കൊടുക്കുക, സിന്റെ വാല്യൂ കൊടുക്കുക. ഓക്കെ, ഇത് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഈ സംഭവം എസ് പ്ലസ് എന്നുള്ളത് എസ് മൈനസ് ചെയ്യുക. എന്നാലാണ് നമുക്ക് റൂട്ടുകൾ പോൾസ് കിട്ടുന്നത്. സോ എസ് -1 ദിസ് ഇസ് എസ് മൈനസ് പുറത്തെടുക്കാം. സോ എസ് മൈനസ് എന്ന് പുറത്തെടുക്കുമ്പോൾ വി ഗെറ്റ് ഹിയർ മൈനസ് ആൻഡ് ഹിയർ മൈനസ്. ദെൻ നെക്സ്റ്റ് ഇവിടെ അതുപോലെ എസ് മൈനസ് പുറത്തെടുക്കുമ്പോൾ വി ഹാവ് ഹിയർ മൈനസ് ആൻഡ് ഹിയർ പ്ലസ്. ഓക്കെ, ഇങ്ങനെ കിട്ടും. സോ ഇതാണ് 3 റൂട്ടുകൾ. ഇതിന് കറസ്പോണ്ടിങ് h(s) എന്ന് പറയുമ്പോൾ ഓക്കെ CK S മൈനസ് പി കെ ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വാല്യൂ h(z) ഉണ്ടാക്കാം. സോ പി കെന്റെ വാല്യൂ P1 P2 P3 3 വാല്യൂസ് ഉണ്ടാവും. സോ P1ന്റെ വാല്യൂ -1, P2ന്റെ വാല്യൂ ദിസ് ഇസ് ദ P2's വാല്യൂ ആൻഡ് P3ന്റെ വാല്യൂ ഇത്. ജസ്റ്റ് അതിലോട്ട് അപ്ലൈ ചെയ്താൽ മതി, ഈ ഒരു ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്താൽ മതി. ആൻഡ് CKന്റെ വാല്യൂ കൊടുക്കുക. സോ h(z) ഇസ് ഈക്വൽ ടു ഫസ്റ്റത്തെ CKന്റെ വാല്യൂ 1 ആണ്. സോ 1 ഇവിടെ P1ന്റെ വാല്യൂ -1 ആണ്. സോ 1 ഈ ഒരു വാല്യൂ എടുക്കുക 1 - e raised to
minus 1, t equal to 1 ആണ്. So e raised to minus 1 z minus 1. Okay, ഫസ്റ്റ് ടേം കിട്ടി. then സെക്കൻഡ് ടേം പറയുമ്പോൾ ഇതാണ് വരുന്നത് സി കെ. സോ സി കെ വാല്യൂ അതുപോലെ എഴുതി. ഈ ടേമിന് പകരം നമുക്ക് പി ടുവിന്റെ വാല്യൂ ഇത് കിട്ടിയിട്ടുണ്ട്. ഇതിന് പി ടു മാത്രം എടുത്താൽ മതി. സോ വി ഹാവ് 1 മൈനസ് ഇ റേസ് ടു ദിസ് മൈനസ് 0.5 മൈനസ് 0.866 ഇൻറ്റു സെഡ് ഇൻവേഴ്സ് എടുക്കാം പ്ലസ് ഈ ഒരു സി കെ വാല്യൂ ബൈ 1 മൈനസ് ഇ റേസ് ടു മൈനസ് 0.5 പ്ലസ് ജെ 0.866 ഇൻറ്റു സെഡ് മൈനസ്. ഓക്കെ, അങ്ങനെയാണ് എച്ച് ഓഫ് സെഡ് നമുക്ക് കിട്ടി. ഇനി ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തിട്ട് ആൻസർ എഴുതാം. അതർവൈസ് ദിസ് ഇസ് ദ ആൻസർ എച്ച് ഓഫ് സെഡ്. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ദാറ്റ് ഈസ് അപ്ലൈ ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ് ഫോർ ഫൈൻഡ് എച്ച് ഓഫ് സെഡ് ഫോർ എച്ച് ഓഫ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഈ ഒരു ടേമിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടിട്ട് ആണ് ചെയ്യുന്നത്. സോ ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഇത് ഈ ഒരു ടൈപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എസ് പ്ലസ് എ ബൈ ഇതേ സ്ക്വയർ പ്ലസ് ഇതേ സ്ക്വയർ. ആദ്യം ഈ എസ് പ്ലസ് എ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇ റേസ് ടു മൈനസ് 80 ആണ്. പ്ലസ് ആയതുകൊണ്ട് എസ് മൈനസ് എ എന്ന് പറഞ്ഞ 1 ബൈ എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു 80 ആണ്. സോ 1 ബൈ എസ് പ്ലസ് എ വരുമ്പോൾ ഇ റേസ് ടു മൈനസ് 80 ആണ്. സോ വി ഗെറ്റ് ഇ റേസ് ടു മൈനസ് 80. ഇനി നെക്സ്റ്റ് ഇത് എസ് പ്ലസ് എ ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, കോസിന്റെ നേരത്തെ സൈൻ അല്ലേ പറഞ്ഞത്, ഈ കോസിന്റെ നോക്ക് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആണ്. അതായത് മേലെ എസ് ആണ് വരുന്നത്. സോ ആ ഒരു ഫോം ആണ് ഇവിടെ. ദാറ്റ് ഈസ് മുകളിൽ എസ് പ്ലസ് എ, ഇതിന് എസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ്, ഓക്കെ, കോസ് ദിസ് ഇസ് കോസ് കെ ടി. ഓക്കെ, കോസ് കെ ടി ആണ്. അതായത് ഇവിടെയാണ് കോൺസ്റ്റന്റ് വരുന്നത്, അവിടെയാണ് നമ്മൾ കെ ടി കൊടുക്കുന്നത്, കോസ് കെ ടി. അപ്പൊ ഇവിടെ വരുന്ന കോൺസ്റ്റന്റ് പറയുമ്പോൾ അതിനെ ബേസ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ദ കോൺസ്റ്റന്റ്. എസ് സ്ക്വയർ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സോ ദിസ് ഇസ് ദ കോൺസ്റ്റന്റ്. സോ വി ഹാവ് കോസ് ബി ടി. ഓക്കെ, കോസ് ബി ടി. സോ എച്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഈ എസ് ബൈ 1 പ്ലസ് എസ് ബൈ എസ് പ്ലസ് എ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇ റേസ് ടു മൈനസ് 80 ആണ് 1 ബൈ എസ് പ്ലസ് എ. സോ ഇ റേസ് ടു മൈനസ് 80 ഇൻറ്റു അത് മറ്റേ പോലെ തന്നെ ഇവിടെ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എന്ന് പറയുമ്പോൾ കോസ് കെ ടി ആണ്. സോ അതുപോലെ നമുക്ക് കെക്ക് പകരം ഇവിടെ ബി ആണ്. സോ വി ഹാവ് കോസ് ബി ടി ഫോർ ടി ഗ്രേറ്റർ ഈക്വൽ ടു 0 അതർവൈസ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ട് എച്ച് ഓഫ് ടി കിട്ടി. ഇനി നോർമൽ മറ്റേ കേസ് ചെയ്ത പോലെ തന്നെ ടീനെ റീപ്ലേസ് ചെയ്തിട്ട് എൻ ടി എന്ന് എഴുതാം. ഓക്കെ, സെയിം കേസിന് ടി ഈക്വൽ ടു എൻ ടി എന്ന് കൊടുത്തു. സോ വി ഹാവ് ഗെറ്റ് എച്ച് ഓഫ് എൻ ഈക്വൽ ടു 1 ആണ്. സോ എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എൻ ടി, ടീനെയൊക്കെ എൻ ടി ആയിട്ട് റീപ്ലേസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് എച്ച് ഓഫ് സെഡ്, എച്ച് ഓഫ് എൻ കണ്ടാൽ പിന്നെ നെക്സ്റ്റ് എന്താ എച്ച് ഓഫ് സെഡ് കാണണം, റൈറ്റ്. സോ എച്ച് ഓഫ് സെഡ് കാണാൻ നമുക്കറിയാം സിഗ്മ കെ എൻ ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എച്ച് ഓഫ് എൻ സെഡ് മൈനസ് എൻ. സോ എച്ച് ഓഫ് എൻ എന്ന് പറയുമ്പോൾ ഈ ഒരു വാല്യൂ കൊടുക്കാം. So h of nt ന്റെ വാല്യൂ ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എ എൻ ടി കോസ് ബി എൻ ടി ഇൻറ്റു സെഡ് മൈനസ് എൻ. ഓക്കെ, ഇവിടെ കഴിഞ്ഞ സ്റ്റെപ്പിൽ ഈ സ്റ്റെപ്പ് ഒന്നും ഇല്ലായിരുന്നു, ഡയറക്റ്റ് ആൻസർ കൊടുത്താണ്. സോ ഇതിൽ സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ദാറ്റ് ഈസ് എച്ച് ഓഫ് സെഡ് പറയുമ്പോൾ എച്ച് ഓഫ് എൻ, ദിസ് ഇസ് എച്ച് ഓഫ് എൻ ഇൻറ്റു സെഡ് മൈനസ് എൻ എന്നുള്ള ഫോമിലോട്ട് എഴുതി. എന്നിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഇതിൽ നിന്ന് നമുക്ക് ഇ റേസ് ടു മൈനസ് എ എൻ ടി ഇൻറ്റു സെഡ് മൈനസ് വൺ ഇപ്പുറത്ത് എഴുതിയിട്ട് കോസ് ബി ടിനെ നമുക്ക് ഇ റേസ് ടു ജെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇ റേസ് ടു ജെ തീറ്റ പ്ലസ് ജെ സൈൻ ടി ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ബൈ 2 ആ ഒരു ഫോമിലോട്ട് എഴുതി. ഇ റേസ് ജെ ബി എൻ ടി പ്ലസ് ഇ റേസ് മൈനസ് ജെ ബി എൻ ടി ബൈ 2 എന്നുള്ള ഫോമിലോട്ട് എഴുതി. എന്നിട്ട് ഈ 1/2 നമ്മൾ പുറത്തെടുത്തു. പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇ റേസ് ടു മൈനസ് എ ഇ റേസ് ടു, അതായത് ടീനെ പുറത്തെടുത്തു. ഓക്കെ, ടീനെ പുറത്തെടുത്തു. സോ ഇ റേസ് ടു മൈനസ് എ ഇവിടെ പ്ലസ് ജെ ബി അങ്ങനെ ഒരു ഫോമിൽ കിട്ടി. അതായത് എന്നിനെ മൊത്തം പുറത്തെടുത്തു, എന്നിനെയും ടീനെയും പുറത്തെടുത്തു. ഇവിടെ നമ്മൾ ടീനെ പുറത്തെടുത്തു, പിന്നെ എന്നിനെ ഈ സെഡ് മൈനസ് എൻ ഉണ്ടല്ലോ, അപ്പൊ ഈ ഒരു സെലക്ട് ചെയ്തിട്ട് സെഡ് മൈനസ് എന്നും ഇത് റേസ് ടു എന്നിനെ പുറത്തെടുത്തു, ദാറ്റ് ഈസ് ഹിയർ. ആൻഡ് ഇവിടുന്ന് ടീനെയും പുറത്തെടുത്തു. സോ വി ഹാവ് ഇ റേസ് ടു മൈനസ് എ മൈനസ് ജെ ബി ഇൻറ്റു ടി സെഡ് മൈനസ് എന്നിൽ എന്നിന് പുറത്ത്. സോ സെഡ് മൈനസ് 1 ഓൾ റേസ് ടു എൻ പ്ലസ് ഇതും അതുപോലെ ഈ സൈഡും. ഓക്കെ, ഇനി ഫസ്റ്റും ഈ തേർഡ് നോക്കാം. ദാറ്റ് ഈസ് ഇ റേസ് ടു രണ്ടും മൈനസ് ആയതുകൊണ്ട് മൈനസ് പുറത്തെടുത്താൽ എ പ്ലസ് ജെ ബി ഇൻറ്റു ടി സെഡ് ഇൻവേഴ്സ് പ്ലസ് എൻ. ഓക്കെ, അതിൽ നമ്മൾ കൊടുക്കാത്ത ഇത് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ 1/2 ഇത് എ റേസ് ടു എൻ ഫോമിലാണ്. ദാറ്റ് ഈസ് 1/1 മൈനസ് എ എന്നുള്ള ഫോമിൽ കിട്ടും. സോ ഈ എൻ ഇല്ലാതെ
നമ്മൾ ആ ജി പിന്റെ ഫോമിൽ എഴുതുക. സോ 1/1 - a എന്ന് പറയുമ്പോൾ ഈ ഒരു ടേം, ദാറ്റ് ഈസ് ഇ മൈനസ് വി ടി സെഡ് ഇൻവേഴ്സ് പ്ലസ് 1 അതുപോലെ ചെയ്യാം. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ വേണമെങ്കിൽ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് വി ഗെറ്റ് എച്ച് ഓഫ് സെഡ്. ഓക്കെ, ദെൻ വി ഹാവ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും സിംപ്ലിഫൈ ചെയ്താണ് എഴുതിയത്. 10/s² + 7s+2 t ഈക്വൽ ടു 0.2 തന്നിട്ടുണ്ട്. നൗ വി ഹാവ് 10/s² + 7s+2. ഇത് എങ്ങനെയാ ഇത് ആയതെന്ന് നമുക്കറിയാലോ. ദാറ്റ് ഈസ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, s² + 7s+2 പറയുമ്പോൾ 5 × 2, ഇവിടെ a × b യും ഇവിടെ a + b ആണ് വരിക. സോ 5 × 2 10ഉം 5 + 2 7ഉം വരും. സോ വി ഹാവ് s+5 × s+2. സോ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം a/s+5 + b/s+2 എന്ന് എഴുതും. എന്നിട്ട് എന്റെ വാല്യൂ ബിന്റെ വാല്യൂ കാണും. സോ എന്റെ വാല്യൂ ഈക്വൽ ടു എന്തായിരിക്കും, ഇതേ അതായത് ഇതിനെ 10/s+5 × s+2 ഇൻറ്റു ഓക്കെ ആ s+5 കൊടുക്കും. സോ s+5 s+5 പോവും. ദെൻ അടിയിൽ എന്തുണ്ടാവും, 10/s+2 എന്നുണ്ടാവും. എ കാണാൻ, ഇവിടെയുള്ള എ കാണാൻ 10/s+2 എന്ന് വരും. സോ എസിന് വാല്യൂ നമ്മൾ കൊടുക്കേണ്ടത് -5 ആണ്. സോ ഇവിടെ s+5 ആയതോടെ എ കണ്ടുപിടിക്കാനാണെങ്കിൽ -5 കൊടുക്കണം. സോ -5 + 2 വരുമ്പോൾ -3 വരും. സോ 10/-3 വരുമ്പോൾ -3.33 വരും. ഇവിടെ സെയിം കേസാണ്. ഇവിടെ എസിന് പകരം ഇവിടെ -2 എന്ന് കൊടുക്കും. s+5 -2 എന്ന് കൊടുക്കും. സോ -2 + 5 വരുമ്പോൾ +3 വരും. സോ 10/+3 വരുമ്പോൾ +3.33 വരും. അങ്ങനെ എൻ്റെയും ബിൻ്റെയും വാല്യൂ കിട്ടിയതിന് ശേഷം എഴുതിയതാണിത്. ദിസ് ഇസ് എന്റെ വാല്യൂ, ദിസ് ഇസ് ബിന്റെ വാല്യൂ. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് എഴുതിയതാണ്. ദെൻ നെക്സ്റ്റ് ഇതിനെ നമുക്ക് പോൾസ് അറിയാൻ വേണ്ടി s-5 -2 ആക്കി എഴുതും. ഇനി ഡയറക്റ്റ് എച്ച് ഓഫ് സെഡിലോട്ട് ആ ഒരു ഇക്വേഷൻ കുറിച്ച് ചെയ്യും. അതായത് ഇതിന് എച്ച് ഓഫ് എസിന്റെ ഫോമാറ്റ് ഒന്നും എഴുതിയിട്ടില്ല. CK/s-pk എന്നുള്ള ഫോമിൽ എഴുതിയിട്ടില്ല. ഡയറക്റ്റ് ഇത് എങ്ങനെ എഴുതി, എച്ച് ഓഫ് സെഡിന്റെ ഫോമാറ്റിലോട്ട് എഴുതി. ദാറ്റ് ഈസ് CK/1 - e⁻⁻5t z ഇൻവേഴ്സും ഓക്കെ ഇങ്ങനെ എഴുതി. ദെൻ ടീന്റെ വാല്യൂ ഇവിടെ നമുക്ക് 0.2 അങ്ങാണ്ട് കൊടുക്കുക. സോ വി ഗെറ്റ് എച്ച് ഓഫ് സെഡ്. ഓക്കെ, that's about these type of problems. Okay, that's about today's class. Thank you. Have a nice day.